ഹായ് ഫ്രണ്ട്സ്, സൗഹൃദ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ സമ്മതിക്കുന്ന വ്യക്തി തിരക്കഥാകൃത്താണ്, കവിയാണ്, സർവോപരി സംവിധായകനും കൂടിയ ശ്രീ ജിതേഷ് പെരുങ്ങോട്. അദ്ദേഹം സൗഹൃദ മീഡിയയുടെ മറ്റൊരു സംരംഭമായ സടകുട മീഡിയ ആ ചാനലിൽ ഇന്നത്തെ പ്രണയം എന്നൊരു വെബ് സീരീസ് അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് വളരെയധികം മനോഹരമായി, എല്ലാവർക്കും അത് ഇഷ്ടമായി. പലരും ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ അടുത്ത ഭാഗം എന്താണ് ഇത്ര താമസിച്ചത്, അതെന്നാണ് അത് ഇറങ്ങുക എന്നൊക്കെ ചോദിക്കേണ്ടായി. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇദ്ദേഹത്തോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ മേൽ പറഞ്ഞ ഈ സീരീസിൻ്റെ അടുത്ത ഭാഗം, ഇന്നത്തെ പ്രണയത്തിൻ്റെ മറ്റൊരു അടുത്ത ഭാഗം ഉണ്ടാവുമല്ലോ, അതിപ്പോൾ എന്താപ്പോൾ ഒരു ദിവസങ്ങളോളം ആയാലും അപ്പോൾ അതിങ്ങനെ താമസിച്ച് നിൽക്കുന്നത്, എന്താ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താവാൻ സാധ്യതയുണ്ട്? ചില സാങ്കേതിക തടസ്സങ്ങളാണിപ്പോൾ സടകുട മീഡിയയിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ തുടക്കം കുറിച്ച വെബ് സീരീസായ ഇന്നത്തെ പ്രണയത്തിന് സംഭവിച്ചത്. എത്രയും പെട്ടെന്ന് അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ആർട്ടിസ്റ്റുകളെ കിട്ടായിക വല്ലാത്തൊരു പ്രശ്നമായി മാറി. ഒരു 3 ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ വേണം, ചെറിയ ഒരു 20-21 വയസ്സുള്ള പ്രായമുള്ള പെൺകുട്ടികളെ. പക്ഷേ ഞങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം ചെയ്തു, ഒരുപാട് ആർട്ടിസ്റ്റുകളെ പോയി കണ്ടു. പക്ഷേ ആരോ വേഷങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ട് വന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ കഥാപാത്രത്തിന് യോജ്യമാവുന്ന രീതിയിലുള്ള ആളുകളെ കണ്ടെത്തിയില്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം അല്ലേ? അങ്ങനെയും പറയാം. അത് കാരണം ഞങ്ങൾ ഒരു 10-20ഓളം ആർട്ടിസ്റ്റുകളെ പോയി നോക്കി. പക്ഷേ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കഥാപാത്രത്തിന് ആപ്റ്റ് ആയതല്ല. പക്ഷേ ഇഷ്ടപ്പെട്ട 4 പേര് വരാനും കൂട്ടാക്കിയില്ല. അവർക്ക് പഠിത്തത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ചിലർ കോളേജിലൊക്കെ പഠിക്കുന്നവരാണ്. അപ്പോൾ അവർ ക്രിസ്തുമസ് ലീവിന് ഞങ്ങൾ ചെയ്യണം വിചാരിച്ചതാണ്. പക്ഷെ അന്ന് സാങ്കേതിക പ്രശ്നമായിട്ട് ക്യാമറയുടെ കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ കാരണം ഞങ്ങൾ നീട്ടി വെച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി ക്ലിയറായി വന്നപ്പോൾ, എല്ലാ തടസ്സങ്ങളും മാറി വന്നപ്പോൾ ആർട്ടിസ്റ്റുകളെ കിട്ടായിക. അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഫീമെയിൽ ആർട്ടിസ്റ്റ് മാത്രം പോരല്ലോ, മേൽ പറഞ്ഞ നിങ്ങളെ കഥാപാത്രത്തിനെ ഉൾക്കൊള്ളാവുന്ന ആളുകൾ ആവണല്ലേ, അപ്പോഴല്ലേ അത് പരിപൂർണമായിട്ട് ശോഭിക്കുള്ളൂ. തീർച്ചയായും നമ്മളൊരു 3 ആർട്ടിസ്റ്റുകളെ കിട്ടുക എന്നല്ല, നമ്മുടെ കഥാപാത്രത്തിന് കറക്റ്റ് ആപ്റ്റ് ആവണം. അതാണിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്. 3-4 പേരെ ഇഷ്ടപ്പെട്ടു, പക്ഷേ അവർക്ക് അഭിനയിക്കാൻ വരാൻ പറ്റിയില്ല. കാരണം നമ്മുടെ പഠിത്തത്തിനെ സംബന്ധിച്ചിട്ടുള്ള വീട്ടുകാർ സമ്മതിക്കായികയൊക്കെയാണ്. ഇപ്പോഴും ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിലാണ്. അപ്പോൾ ഈ പേര് വളരെ കൗതുകകരമായി തോന്നിയല്ലോ, അത് എങ്ങനെ സെലക്ട് ചെയ്തു നിങ്ങൾ ഈ പേര്? സടകുട മീഡിയ അല്ലേ? അത് ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ. പേര് സെലക്ട് ചെയ്തത് 5-8 പേരുകൾ ഞങ്ങൾ സെലക്ട് ചെയ്തു. പക്ഷെ അതിൽ രതീഷ് പാലക്കൽ, നമ്മുടെ സൗഹൃദ മീഡിയയുടെ അദ്ദേഹം നിർദ്ദേശിച്ച പേരാണ് സടകുട. എന്നിട്ട് ഞങ്ങൾ ഒന്നുകൂടി നറുക്കിട്ടു കുറച്ച് പേരുകളെ കൂടിയിട്ട്. ആ പേര് തന്നെ യാദൃശ്ചികമായി വീണ്ടും കിട്ടുകയാണ്. യോജ്യമായ ഒരു പേരായി. അതാണ്, ആ നറുക്കെടുത്തപ്പോൾ വീണ്ടും ആ പേര് തന്നെയാണ് കിട്ടുകയാണ് ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ അതിനോട് ഉറപ്പിച്ചു. അപ്പോൾ അതൊരു നിമിത്തമാണ്, സടകുട അതായത് നിമിത്തമാണ്. അപ്പോൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെയുള്ള നമ്മൾ സർവ്വസാധാരണ പറയാറ് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നൊക്കെ. അപ്പൊ അത്തരുണത്തിൽ നിങ്ങളെ ആദ്യത്തെ ഒരു വർക്കാണ് ഇപ്പൊ ഇന്നത്തെ പ്രണയം അല്ലേ? അപ്പൊ അതിന്റെ 2ാം ഭാഗത്തിന് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വല്ലാതെ അവരെന്നെ എന്താ പറയാ മുഷിപ്പിക്കാതെ 2ാം ഭാഗം ചെയ്യണമെന്നാണ് സൗഹൃദ മീഡിയയുടെ ഒരു ആഗ്രഹം. തീർച്ചയായും രാജേട്ടൻ പറയുന്ന പോലെ തന്നെ. പിന്നെ സടകുട മീഡിയയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ പ്രേക്ഷകരോടും പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇന്നത്തെ പ്രണയം എന്ന വെബ് സീരീസിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഷൂട്ടിംഗ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കും. അത് 1-2 എപ്പിസോഡിൽ അവസാനിക്കുന്ന ഒരു വെബ് സീരീസ് അല്ല. അത് ചിലപ്പോൾ ഒരു 5-6 എപ്പിസോഡോളം നീണ്ടുപോകാം. പക്ഷേ എപ്പിസോഡിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവായിരിക്കും. അത് അങ്ങനത്തെ ഒരു കഥയാണ്. 5 മിനിറ്റിന് താഴെയുള്ള എപ്പിസോഡുകളായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ. ജനങ്ങൾ അത് അംഗീകരിക്കുന്നത് തന്നെയാണ് തോന്നുന്നത് കേട്ടോ.
കാരണം ഈ ആനുകാലിക സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രണയത്തിൻ്റെ അവസാനം ഒരു വലിയ ചതി വഞ്ചന എന്ന രൂപത്തിലാണല്ലോ ഇപ്പോൾ ഈ പ്രണയമൊക്കെ കലാശിക്കുന്നത് അത്തരത്തിലാണല്ലോ. അപ്പോൾ ഈ സടകുട മീഡിയയുടെ ഈ ഇന്നത്തെ പ്രണയം ശ്രോതാക്കൾ ചിലപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു പ്രണയം അവസാനിക്കുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടൊക്കെ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവാം. അപ്പോൾ ഈ സടകുട മീഡിയ ഈ പ്രേക്ഷകരുടെ മനസ്സൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയാലാണ് കൂടുതൽ ശോഭിക്കുക എന്നാണ് സൗഹൃദ മീഡിയയുടെ ഒരു എളിയ അഭിപ്രായം. സൗഹൃദ മീഡിയയുടെ അഭിപ്രായം സടകുട മീഡിയ ഏറ്റെടുക്കുകയാണ്. ഒരു അനുഗ്രഹം മേടിക്കില്ല, അതുപോലെ സ്വീകരിക്കുകയാണ്. വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫ്യൂച്ചർ പ്രോഗ്രാമുകളുണ്ട്, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ വെബ് സീരീസിൻ്റെ ഇടയിലൂടെ ഇനി ഞങ്ങൾ കുറച്ച് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെബ് സീരീസിനെ ബാധിക്കുമോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ആ ചാനൽ ഇങ്ങനെ ബ്ലാങ്കായി കിടക്കുന്നത്. 1-2 വീഡിയോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇന്നത്തെ പ്രണയം എന്നുള്ള വെബ് സീരീസ് മാത്രമല്ല, ഞങ്ങളുടെ ചാനലിൽ ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിനും ജനങ്ങൾക്കുമെല്ലാം ഉപകരിക്കുന്ന രീതിയിലുള്ള കുറേ മെസ്സേജുകളുമായിട്ട് ഞങ്ങൾ വരും. കോമഡിയിലൂടെയും കോമഡിയാണ് കൂടുതൽ, കോമഡി ബേസിലാണ് വരിക. എല്ലാവരും സ്വീകരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സൗഹൃദ മീഡിയയുടെ എല്ലാവിധ സപ്പോർട്ടും സടകുട മീഡിയക്ക് ഉണ്ടാവും എന്ന് കൂടി വിശ്വസിക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ സൗഹൃദ മീഡിയയുടെ ഒരു കാഴ്ചപ്പാട് സാധാരണ ജീവിതസ്പർശിയായ കാര്യങ്ങളാണ് സൗഹൃദ മീഡിയ കൂടുതലും ചിത്രീകരിച്ചിട്ടുണ്ട്. വലിയ വലിയ ഭീമമായ കാര്യങ്ങളൊന്നും സൗഹൃദ മീഡിയക്ക് ഒതുങ്ങില്ലല്ലോ. കാരണം ചെറിയൊരു സംരംഭമാണല്ലോ സൗഹൃദ മീഡിയ. അതെ. അപ്പോൾ ആ ഒരു ഞങ്ങളുടെ ആ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഹൃദയസ്പർശിയായ കാര്യങ്ങളാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇനിയും അത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാനും സാധ്യതയുള്ളൂ. കാരണം സാങ്കല്പികമായിട്ട് ഒരു കാര്യം സൗഹൃദ മീഡിയ ഇന്നവരെ വീഡിയോയിലൂടെ ചെയ്തിട്ടില്ല, ഒക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ അത്തരുണത്തിൽ തന്നെ ഈ സടകുട മീഡിയയും വേണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഒരു 100% എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളൊരു സാധ്യമാകുന്ന രീതിയിൽ ഒരു 80%മെങ്കിലും ഞങ്ങളത് എത്തിക്കാൻ നോക്കും. വളരെ നല്ലൊരു അഭിപ്രായമാണത് താങ്കളുടെ ഭാഗത്തുനിന്ന്. താങ്കൾ ധാരാളം വെബ് സീരീസും പിന്നെ സീരിയലുകളൊക്കെ സംവിധാനം ചെയ്ത് അനുഭവജ്ഞാനം ഉള്ള ഒരാളാണല്ലോ. അപ്പോൾ ഈ ഒരു വലിയ സംരംഭം ഏറ്റെടുക്കാൻ കാണിച്ച മനസ്സിന് തന്നെ ആദ്യമായിട്ട് ഒരു നന്ദി രേഖപ്പെടുത്തണം. ആരും അങ്ങനെ ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമാണ്. കാരണം ഒരു പ്രത്യേക ലെവലിലെത്തിയ ആളുകളൊന്നും ഈ ചെറിയ സംരംഭത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കാൻ കാണിക്കാത്ത ഒരു മനസ്സാണുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടാണ് താങ്കൾ ഈ സടകുട മീഡിയയുടെ ഈ ചെറിയൊരു എളിയ സംരംഭത്തിന് സംവിധായകനായി വരാനും സാധ്യമാവുന്ന രീതിയിൽ എല്ലാ സഹായ സഹകരണങ്ങളും സടകുട മീഡിയയ്ക്ക് നൽകാനും ഈ ഒരു ചെറിയ സംരംഭം ഒരു വൻ വിജയമാക്കാൻ വേണ്ടിയിട്ട് താങ്കളുടെ എല്ലാ കഴിവും ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ താങ്കൾക്ക് എന്ത് മറുപടിയാണ് പറയാൻ സാധിക്കുക? ഇല്ല എന്നാണ് മറുപടിയായിട്ട് പറയാനുള്ളത്. കാരണം തുടക്കമല്ലേ, ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ചെയ്തു വെച്ച വീഡിയോകൾ 1, 2, 3 ഒക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളൂ. അപ്പം നമ്മുടെ പ്രയത്നം മുഴുവൻ അതിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ദുഃഖമുണ്ട്. സടകുട മീഡിയയ്ക്ക് വേണ്ടി പ്രയത്നിക്കാൻ അത്രയധികം കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ദുഃഖം സ്വകാര്യമായ മനസ്സിൽ കിടക്കുകയാണ്. ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചാലാണ് സടകുട മീഡിയയ്ക്ക് അത് ഒരു പോസിറ്റീവായി മാറുള്ളൂ, അല്ലെങ്കിൽ ആ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഞാൻ സടകുട മീഡിയയിലേക്കും നമ്മുടെ സൗഹൃദ മീഡിയയോടും ഒരു ക്ഷമാപണം കൂടി നടത്തുകയാണ്. സടകുട മീഡിയയുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അഭിനേതാക്കളെയൊക്കെ കാണാൻ പോയി എന്നും കണ്ടു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവരൊക്കെ സാമ്പത്തികമായിട്ട് വല്ല പേയ്മെൻറ്റ് വല്ലതും ആവശ്യപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ടോ? 1-2 പേര് ചോദിച്ചു, പേയ്മെൻറ്റ് ആവശ്യപ്പെട്ടു. ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്ന ആളുകളാണ് ഈ പേയ്മെൻറ്റ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ സാധാരണ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ചെറിയൊരു സംഖ്യ അവരുടെ വഴിച്ചെലവിനുള്ളതും ഫുഡും ഞങ്ങൾ ഏറ്റെടുക്കും. കാരണം അറിയാലോ, അതൊരു പ്രാഥമിക ആവശ്യമാണല്ലോ. ഈ നമ്മുടെ കഴിവുകൾ ജനങ്ങളുടെ അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ആർട്ടിസ്റ്റുകളുടെ കഴിവുകൾ കാണിക്കാൻ ഒരു വേദിയാണ് നമ്മുടെ അവസരമാണ് സടകുട മീഡിയ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. കാരണം
വലിയൊരു പ്രതിഫലം കൊടുക്കാനുള്ള ഒരു അത്ര വലിയ ചാനലോ വരുമാനമുള്ള ചാനലോ ഒന്നും അല്ല. ഞങ്ങൾ സാധാരണ കൂലിപ്പണിക്കാരാണ്. ഇതിൽ മീഡിയയിലെ എല്ലാവരും അന്നത്തെ വർക്കിന് പോയിട്ട് അന്നത്തെ അന്നം കഴിക്കുന്നവരാണ്. അത് തന്നെ ആഴ്ചയിൽ 2-3 ദിവസം വർക്കൊക്കെ ഉള്ളൂ. ഇപ്പോഴത്തെ വർക്ക് കുറഞ്ഞ് വരില്ലേ. വളരെ പരിതാപകരമായിട്ടാണ് പോണത്. അതെ, കേരളത്തിന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ കൂടി ഞങ്ങൾ കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് ഒരു വിഹിതം കൊടുത്തിട്ട് കുറച്ച് ആർട്ടിസ്റ്റുകളെ ഞങ്ങളതിൽ അഭിനയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികൾ കൂടിയാണ് മറ്റേ സടകുട മീഡിയ. അപ്പോൾ സടകുട മീഡിയയുടെ ഈ കാഴ്ചപ്പാട് ഈ അഭിനയിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവാതെ പോവുകയാണ്. കാരണം ഒരു അവസരമാണത്. അഭിനയിക്കാൻ തൽപരരായ അഭിനേതാക്കൾക്ക് ഒരു സൗജന്യ അവസരം കിട്ടുകയാണ്. ആ അവസരത്തിലുപരി ചെറിയൊരു പേയ്മെൻറ്റും കിട്ടുകയാണ്. അപ്പോൾ അതൊരു സന്തോഷ രൂപത്തിലല്ലേ ഏറ്റെടുക്കേണ്ടത്? തീർച്ചയായും. ഇത് എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോയിട്ട് അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവേണ്ടി വന്നു ഒരു 3 വർഷം മുന്നേ. അതിൻ്റെ BGMന് പൈസ കൊടുക്കേണ്ടി വന്നു. പറയുകയാണെങ്കിൽ ഒന്നിനല്ല, ഒരു 10ഓളം ഷോർട്ട് ഫിലിമിന് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വന്നു. BGMനും മറ്റേ എഡിറ്റിങ്ങിനും ഡബിങ്ങിനൊക്കെ ഇവിടെ സ്റ്റുഡിയോകൾക്ക് ഒരുപാട് പൈസ ചിലവുണ്ട്. അഭിനയിക്കാൻ വിളിക്കുമ്പോഴും പറയില്ല, ഇത് അഭിനയം കഴിഞ്ഞ് വന്നാലാണ് വിളി വരിക. ജിതേഷ് ഒന്ന് സഹകരിക്കണം കേട്ടോ, നല്ല റോളല്ലേ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതുപോലെ ഞങ്ങൾ സടകുട മീഡിയ ചെയ്യുന്നില്ല. ഇതിലെല്ലാം ഉത്തരവാദിത്വം ഞങ്ങളെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അത് അവരറിയാതെ പോയതാണോ അതോ അവരെ തെറ്റിദ്ധാരണയാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ. സടകുട മീഡിയ താങ്കൾ മേൽപ്പറഞ്ഞ രീതിയിലാണോ എന്നുള്ളൊരു സംശയം അവർക്ക് തോന്നിയിട്ടാണോ? അപ്പോൾ അതല്ല എന്നും കൂടി ഞങ്ങൾ സാമ്പത്തികം ഒന്നും വാങ്ങിയിട്ടല്ല ഒരു ആർട്ടിസ്റ്റുകളും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. കഴിയാവുന്ന ഞങ്ങൾ അങ്ങോട്ട് തരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സടകുട മീഡിയ. അതെ, പുതിയ അവസരങ്ങൾ പുതിയ കുട്ടികൾക്ക് കൊടുക്കണം. അതെ, പുതിയ കുട്ടികൾക്ക് പുതിയ അവസരങ്ങൾ കൊടുത്ത് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരു വേദി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സടകുട മീഡിയ ഒരുക്കുന്നു എന്ന് മാത്രം. അതിലൂടെ ഞങ്ങൾക്ക് സമൂഹത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ചെറിയ വീഡിയോകളാക്കിയിട്ട് കാണിക്കുക. അപ്പോൾ ഈ കാലഘട്ടത്തിന് യോജ്യമായൊരു രീതിയാണ് ഇപ്പോൾ സടകുട മീഡിയ ഏറ്റെടുത്തിറക്കുന്നത്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടും മറ്റ് പല തലത്തിലും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒന്നും ഇങ്ങോട്ട് പ്രതിഫലം വാങ്ങാതെ ചെറിയ എന്തെങ്കിലും ഒരു പ്രതിഫലം അങ്ങോട്ട് കൊടുത്തിട്ടാണ് അഭിനേതാക്കളെ തന്നെ തേടുന്നത്. അപ്പോൾ ആ സടകുട മീഡിയയുടെ ആ ഒരു ആഗ്രഹം സഫലമാവട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ സൗഹൃദ മീഡിയയ്ക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ കാഴ്ചപ്പാടോട് കൂടിയിട്ട് വേണം സടകുട മീഡിയനെ കാണാൻ. സടകുട മീഡിയ ഒരു തരത്തിലും അഭിനേതാക്കളിൽ നിന്നും യാതൊരുവിധ പ്രതിഫലവും കൈപ്പറ്റുന്നതല്ല. അതുമാത്രമല്ല, വേറൊരു തരത്തിലുള്ള ചൂഷണവും ചെയ്യുന്നതല്ല. അതും കൂടി പറയാം. അപ്പോൾ വളരെ തുറസായിട്ടാണ് ഇതിൻ്റെ സംവിധായകൻ ശ്രീ ജിതേഷ് പെരുങ്ങോട് അദ്ദേഹം ഇപ്പോൾ പറയണ്ടായി. ഒരു സംശയത്തിൻ്റെയും സംശയ നിഴലിൻ്റെ പോലും ആവശ്യം ഉണ്ടാവില്ല. വളരെ ഓപ്പണായിട്ടാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ചാനൽ കാണുന്ന അഭിനയിക്കാൻ താല്പര്യമുള്ള ആർട്ടിസ്റ്റുകൾ ഈ സടകുട മീഡിയയുമായിട്ട് ബന്ധപ്പെടണമെന്നാണ് സൗഹൃദ മീഡിയയ്ക്ക് പറയാൻ ഉള്ളത്. കാരണം ഞങ്ങളുടെ ഒരു സംരംഭമാണല്ലോ സടകുട മീഡിയ. അപ്പോൾ സടകുട മീഡിയയ്ക്കും ഇതിൻ്റെ സംവിധായകനും മറ്റ് അണിയറ ശില്പികൾക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് സൗഹൃദ മീഡിയ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. താങ്ക് യു.